أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم بعثنا من بعده رسلا إلى قومهم فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, മുജാഹിദ് പ്രവർത്തകരെ, വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിക്കണേ എന്ന പ്രവാചകന്റെ ഓരോ പ്രസംഗത്തിലുമുള്ള വസിയ്യത്ത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. സാധാരണ യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമേയവുമായിട്ടാണ് നാം ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുജാഹിദ് പ്രവർത്തകരാരും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമല്ല ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. മറിച്ച് വളരെ വിഷമത്തോടും ഒരുപാട് ആശങ്കകൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുമാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രസംഗിക്കുന്ന എന്നെ സംബന്ധിച്ചും സംഘടിപ്പിച്ച സംഘാടകരെ സംബന്ധിച്ചും ശ്രോതാക്കളായി എത്തിച്ചേർന്ന ബഹുഭൂരിഭാഗം മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെട്ടതാണ് എന്നതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളല്ല. സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഘടനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷമിച്ചും സഹിച്ചും നാം കുറെ കാലം ആളുകൾ അറിയരുതല്ലോ, പുറത്തറിയാതെ ഇത് പരിഹരിക്കണം എന്ന നിലക്ക് സംഘടനക്കകത്ത് ഇത് പറയാനും തിരുത്താനും നാം ഒരുപാട് ശ്രമിച്ചു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 6 മാസത്തിലധികമായി എന്നെ സംഘടന വിലക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ആഗസ്റ്റ് 22-ന് നിഷ്കരുണം എന്നെ പുറത്താക്കി. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പുറത്താക്കുന്നത് ഒരു വിഷയമല്ല, പക്ഷെ എന്റെ പേര് ശിർക്ക് ആരോപിച്ചു. ഞാൻ ജിന്നിനെയും മലക്കിനെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ശുദ്ധ ശിർക്കിലേക്ക് പോയി എന്ന്
കഴിഞ്ഞ 30 വർഷമായി ഈ സംഘടനയുടെ പ്രബോധന രംഗത്തുള്ള എന്നെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായും അത് തെളിയിക്കേണ്ട ബാധ്യത പറഞ്ഞവർക്കുണ്ട്, അവരത് തെളിയിച്ചിട്ടില്ല. പക്ഷേ തെളിയിക്കാതിരിക്കുന്ന ഈ സംഗതി തന്നെ അവരിങ്ങനെ ആദർശ വിശദീകരണങ്ങൾ എന്ന പേരിൽ യാതൊരു തെളിവും ജനങ്ങളോട് പറയാതെ കട്ടുമുറിച്ച ക്ലിപ്പുകളും കള്ളപ്രചരണങ്ങളുമായി സംഘടനാ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2002 സംഘടനയിൽ ഒരു പിളർപ്പുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം. ഹുസൈൻ മടവൂരും കൂട്ടരും പുറത്തുപോയി വേറെ സംഘടനയുണ്ടാക്കി. 2001 കാലഘട്ടത്തിൽ നടന്ന ചർച്ചകൾ ഇന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വളണ്ടിയർ കോർ എന്ന സംവിധാനം ഉപയോഗിച്ച് സംഘടന പിടിച്ചെടുക്കാൻ ഒരു വശത്തും സംഘടനയുടെ ആദർശത്തിന് വിരുദ്ധമായ ജമാഅത്തെ ഇസ്ലാമി, ഇഖ്വാനി പോലെയുള്ള ചില ലോബികളുടെ ആശയങ്ങൾ സംഘടനയിൽ കുത്തിച്ചെലുത്താനും അത്തരം ആശയങ്ങൾ ഉള്ളവരെ സംഘടനാ നേതൃത്വങ്ങൾ പ്രതിഷ്ഠിക്കാനുമുള്ള 10-11 കൊല്ലം നീണ്ടുനിന്ന കുൽസിത ശ്രമങ്ങൾ പുറത്തു വരികയും അങ്ങനെ 35 പേരടങ്ങുന്ന അന്നത്തെ ISM കമ്മിറ്റിയെ അന്വേഷണ വിധേയമായി KNM മാറ്റി നിർത്തുകയും ചെയ്തു. തെറ്റുതിരുത്തി തിരിച്ചു വന്നാൽ അവർക്ക് സംഘടനയിൽ തുടരാം എന്ന ഒരു ഉപാധിയോടെയായിരുന്നു പിരിച്ചുവിട്ടത്. പക്ഷേ തെറ്റുതിരുത്താൻ നിൽക്കുകയോ സംഭവിച്ച തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ പിറ്റേന്നു തന്നെ അവർ വേറൊരു സംഘടന പ്രഖ്യാപിച്ചു. ആ സംഘടന അവർ അപ്പോൾ പ്രഖ്യാപിച്ചതല്ല, നേരത്തെ ഉണ്ടാക്കി വെച്ച സംഘടനയുടെ പ്രഖ്യാപനം മാത്രമാണ് നടത്തിയത്. NMK, നദ്വത്തുൽ മുജാഹിദീൻ ഓഫ് കേരള എന്ന പേരിൽ കേരള നദ്വത്തുൽ മുജാഹിദീനും തലതിരിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ കരുവമ്പയിൽ ആ ഭാഗത്തേതൊരു സ്ഥലം, അതാണ് അതിന്റെ ആസ്ഥാനമായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അവർ പത്രത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: മുജാഹിദ് പ്രസ്ഥാനത്തെ ജിന്ന് സേവയിലേക്കും പിശാച് ബാധയിലേക്കും പിശാച് പൂജയിലേക്കും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുറെ ജിന്നിനെ സേവിക്കുന്ന ആളുകളും പിശാചിനെ പൂജിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഞങ്ങളെ പുറത്താക്കിയത്. ഒരുപാട് ജീർണതകൾ സംഘടനക്കകത്തുണ്ട്. ആ ജീർണതകളെ ഞങ്ങൾ വിമർശിച്ചപ്പോഴാണ് ഞങ്ങൾക്കെതിരെ നടപടി ഉണ്ടായത് എന്നൊക്കെയായിരുന്നു അവർ പ്രചരിപ്പിച്ചത്. പക്ഷെ അന്നുണ്ടായ പ്രശ്നം എന്താണെന്ന് പ്രവർത്തകരിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. കുറച്ചാളുകൾ അപ്പുറവും ഇപ്പുറവും വിഷയം പഠിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യാർത്ഥം മാറി നിന്നവരുണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും എന്തായിരുന്നു പ്രശ്നമെന്നറിയാം. അന്ന് ജമിയത്തുൽ ഉലമയും KNM-ഉം മധ്യസ്ഥരുടെ റോളിൽ നിന്നു. രണ്ടു കൂട്ടർന്നും രണ്ടു ഭാഗത്തും പണ്ഡിതന്മാരെ ഇരുത്തി എന്നിട്ട് പരിഹാരം നിർദ്ദേശിച്ചു. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എഴുതിത്താ, ഇവർക്ക് പറയാനുള്ളത് ഇവരും എഴുതി തരട്ടെ. രണ്ടു കൂട്ടരും ജമിയത്തുൽ ഉലമയും KNM-ഉം നിശ്ചയിച്ചൊരു ബോഡിക്ക് മുമ്പിൽ ആ പ്രബന്ധം അവതരിപ്പിച്ചു. പിന്നീട് അവരുടെ പ്രബന്ധം നമുക്ക് തന്നു, നമ്മുടെ പ്രബന്ധം അവർക്കും കൊടുത്തു. എന്നിട്ട് അവരുടെ പ്രബന്ധം നമ്മൾ ഗണ്ണനം, നമ്മുടെ പ്രബന്ധം അവർ അടുത്ത ഗണ്ണന പ്രബന്ധം അവതരിപ്പിച്ചു. പിന്നീട് ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ ഇരുഭാഗം പണ്ഡിതന്മാരും സംവാദം തന്നെ നടത്തി. അതിനുശേഷം രാവിലെ മുതൽ രാത്രി വൈകുവോളം കൂടിയിരുന്ന് ഈ നടന്ന സംവാദവും ഈ ഖണ്ഡന പ്രബന്ധങ്ങളും ഒക്കെ മുന്നിൽ വെച്ച് തീരുമാനങ്ങൾ എടുത്തു. ഓരോ തീരുമാനവും ചർച്ച ചെയ്തെടുത്ത് ഒരു തീരുമാനം കഴിഞ്ഞാൽ അത് എഴുതി അതിന്റെ അടിയിൽ ഒപ്പുവെക്കും. എന്നിട്ട് അടുത്ത ചർച്ച ചെയ്യും. അങ്ങനെ 18ഓളം തീരുമാനങ്ങൾ എടുത്ത് സന്തോഷത്തിൽ കൈകൊടുത്തു പിരിഞ്ഞതാണ്. പക്ഷേ ചില ആളുകൾ ആ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട്, ആ തീരുമാനങ്ങളെ പരിഹസിച്ചുകൊണ്ടൊരു നീല പുസ്തകം പുറത്തിറക്കുകയും അങ്ങനെയാണ് സംഗതി പിളർപ്പിൽ കലാശിക്കുകയും ചെയ്തത്. ഇന്നും ആ പ്രബന്ധം നമ്മുടെയൊക്കെ കൈവശമുണ്ട്. എന്താണ് പ്രശ്നമെന്ന് ആ പ്രബന്ധം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, അന്നവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ പ്രസ്ഥാനത്തിനകത്ത് രണ്ടു ചിന്താധാരകൾ തമ്മിലുള്ള ആദർശ സംഘട്ടനമാണ് ഇതുവരെയും നടന്നു വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ രണ്ടു ചിന്താധാരയുണ്ട്. അവർ തന്നെ വിശേഷിപ്പിച്ചത്, ഒന്ന് പ്രസ്ഥാനത്തെ പുരോഗമന പാതയിലേക്ക് നയിക്കുന്ന പുരോഗമന ചിന്താധാരയും ഒന്ന് സംഘടനയെ പിന്നോട്ട് നയിക്കുന്ന യാഥാസ്ഥിക ചിന്താധാരയുമാണ്. അപ്പൊ പ്രസ്ഥാനത്തിനകത്ത് രണ്ട് ചിന്താധാര ഒരു പ്രസ്ഥാനത്തിനകത്ത് അത് ശരിയല്ലല്ലോ, അത് വിജയിക്കാൻ പോകുന്നില്ല.
അങ്ങനെയാണ് പുതിയ ചിന്താധാരയുമായി അവർ പുറത്തുപോയത്. മാത്രല്ല 2002 അവർ പുറത്തുപോയി ഇപ്പതാ 2012 എത്തി നിൽക്കുന്ന ഈ കഴിഞ്ഞ 10 വർഷം മടവൂർ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ, ഷബാബ്, അതുപോലെ തന്നെ അവരുടെ അത്തൗഹീദ് മാസിക, അങ്ങനെ അവർ പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ നോക്കിയാൽ KNM ഭാഗത്തു നിന്നുള്ള വിചിന്തനം, അൽമനാർ, നമ്മുടെ പ്രസംഗങ്ങൾ, ഇത് രണ്ടും വെച്ചിട്ട് നിഷ്പക്ഷനായ ഒരാൾ വിലയിരുത്തിയാൽ അയാൾ തുറന്നു സമ്മതിക്കും ഇത് രണ്ടും ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രണ്ട് സമാന്തര ആശയങ്ങളാണ് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് യാതൊരു ആദർശ വ്യത്യാസമില്ല, ഞങ്ങൾ മുജാഹിദുകൾ തന്നെയാണ്, ഞങ്ങൾ മുജാഹിദായി അംഗീകരിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി അവർക്കുണ്ടായ വ്യതിയാനം ഏതൊരു സാധാരണക്കാരനും പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനത് ചുരുക്കി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. തൗഹീദിന്റെ കാര്യത്തിൽ ഖണ്ഡന മണ്ഡനങ്ങളെ എതിർത്തു എന്ന് മാത്രമല്ല, എപ്പോഴും ഈ തൗഹീദ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹുസൈൻ മടവൂർ എന്താ ജാറത്ത് പോകുന്നുണ്ടോ, CP ഉമർ സുല്ലമി നേർച്ചക്ക് പോകുന്നുണ്ടോ, അബ്ദുസ്സലാം സുല്ലമി മരിച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ പറഞ്ഞു, നമ്മൾ ആരും അങ്ങനെ ആരോപിച്ചിട്ടില്ലല്ലോ. മറിച്ച് തൗഹീദ് സംബന്ധമായി ഇസ്ലാഹി പ്രസ്ഥാനം വെച്ചു പുലർത്തിയ ആശയത്തിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടായി. ഒന്ന്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, പടച്ചവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ചുള്ള ഏകത്വം. അള്ളാഹുവിന്റെ ഇസ്മ സിഫത്തുകളെ വ്യാഖ്യാനിക്കാൻ പാടില്ല. എങ്ങനെയാണോ ഖുർആനിലും ഹദീസിലും വന്നത്, സലഫുകൾ അതിനെ കൈകാര്യം ചെയ്ത് അതുപോലെ തന്നെ നമ്മളും പറയണം. നമ്മുടെ വക വ്യാഖ്യാനമോ വിശദീകരണമോ നൽകുന്നത് ഒരിക്കലും സലഫി മൻഹജ് അനുസരിച്ച് ശരിയല്ല. കാരണം അന്നത്തെ ചർച്ചയിൽ ഒന്നാമത്തെ വിഷയം തീരുമാനമെടുത്ത അതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം, നല്ലവരായ മുൻഗാമികൾ, സഹാബികൾ, താബികൾ, താബികൾ, ഇവരുടെ മാർഗം അവലംബിക്കേണ്ടതാണ് എന്നാണ്. ആ മാർഗത്തിൽ നിന്ന് അവർക്കുള്ള വ്യതിയാനത്തിന്റെ ഉദാഹരണങ്ങളാണ് അന്ന് നാം പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്നു. പിന്നീട് വന്ന ശബാബുകളിൽ അന്നവർ അതിനെ നിഷേധിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് വന്ന അബ്ദുസ്സലാം സുല്ലമിയുടെ ലേഖനങ്ങളിലൂടെ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്നും എന്നോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഞാൻ ഉത്തരം ചെയ്യാം, ചോദിക്കുന്നവരുണ്ടോ, അഭയം ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവർക്ക് അഭയം നൽകാം, പൊറുക്കല്ലത്തോടുന്നവരുണ്ടോ പൊറുക്കത്ത് കൊടുക്കാം എന്ന് പറയുന്ന ഹദീസുകൾ, അത് 26ഓളം സഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ളതും വളരെ പ്രബലമായിട്ടുള്ളതുമായ ഹദീസാണ്. ആ ഒരു ഹദീസിൽ നമ്മൾ എല്ലാവരും പറഞ്ഞു അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുക തന്നെയാണ്. പക്ഷെ യാഥാസ്ഥിക വിഭാഗം പണ്ടേ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഇറങ്ങുമെന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഇറങ്ങും കയറുന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന് ജഡമുണ്ടെന്ന് കൽപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങും, അല്ലെങ്കിൽ പടച്ചവന്റെ പ്രതിഫലം ഇറങ്ങും എന്ന് വ്യാഖ്യാനിക്കണം. അന്ന് നമ്മളിതിനെ എതിർത്തു. പക്ഷേ പിന്നീട് അബ്ദുസ്സലാം സുല്ലമി അതേ വാദം എടുത്തുദ്ധരിച്ചു. അദ്ദേഹം ഇത്ര കൂടി ചോദിച്ചു ആളുകളോട്, ഈ പറഞ്ഞ സമയം ഇന്ത്യയിലെ സമയമാണോ അമേരിക്കയിലെ സമയമാണോ? എല്ലായിടത്തും അള്ളാഹു ഇറങ്ങണ്ടേ? അപ്പോ ഏഴാനാകാശത്തിനപ്പുറം അർശിൽ ഇസ്തിവാ ചെയ്ത അള്ളാഹു എങ്ങനെയാണ് ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരിക? ഇവിടുത്തെ സമയം കഴിഞ്ഞു, അപ്പുറത്തെ രാജ്യത്തേക്ക് മാറി, അപ്പുറത്തെ രാജ്യത്തേക്ക് മാറി, അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്ക് 24 മണിക്കൂറും കഴിയില്ലേ എന്നീ രീതിയിലുള്ള പരിഹാസങ്ങളിലൂടെ ആ സിഫത്തിനെ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം തയ്യാറായി. പക്ഷെ ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകൾ അതിനെ എതിർത്തില്ല. അതുപോലെ തന്നെ തൗഹീദ് സംബന്ധമായി ഖണ്ഡന മണ്ഡനങ്ങളെയും വാദപ്രതിവാദങ്ങളെയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലിയിലേക്ക് അവർ പോയി എന്നതും ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ നടത്തിയ പരിപാടികൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പുരോഗമന സംഘടന, ഒരു സാംസ്കാരിക സംഘടന, ഒരു പത്രം, കുറെ സാംസ്കാരിക നായകന്മാരെ വെച്ചുള്ള പരിപാടികള്, അതിനനുസരിച്ച് കുറെ സാഹിത്യകാരന്മാരുമായിട്ടുള്ള ബന്ധം, ആ രീതിയിലുള്ള ഒരു സാംസ്കാരിക സംഘടന, ഒരു സോളിഡാരിറ്റി മോഡൽ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ സോളിഡാരിറ്റി രംഗത്ത് വന്നതുകൊണ്ട് ആ സ്ഥലം അവർ ഫില്ല് ചെയ്ത് കളഞ്ഞു, ഇവർക്ക് ചാൻസ് കിട്ടിയില്ല. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം. പിന്നെ അവർ പറഞ്ഞു, വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തോ മുതവാത്തിറായ ഹദീസോ വേണം. ഹദീസുകളിൽ 10% പോലും വരില്ല മുതവാത്തിർ. അനേകം പരമ്പരകളിലൂടെ അനിഷേധ്യമായി വന്ന ഹദീസ്. ബാക്കി 90% മുതവാത്തിർ അല്ലാത്ത ഖബർ വാഹിദ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ഹദീസാണ്.
വിശ്വാസ കാര്യങ്ങൾക്ക് സ്വഹീഹായ ഹദീസ് ഉണ്ടായാൽ മതി, മുത്തവാത്തിർ ആകണമെന്നില്ല എന്നാണ് സലഫി ലോകത്തിന്റെ അഹ്ലുസുന്നത്തിന്റെ നിലപാട്. പക്ഷേ അതിനു പകരം അശ്അരികളും മാതുരിദികളും ഒക്കെ പറയുന്നത് പോലെ ഖബർ വാഹിദ് കൊണ്ട് അഖീദ സ്ഥിരപ്പെടുകയില്ല. വിശ്വാസ കാര്യങ്ങൾക്ക് മുത്തവാത്തിർ വേണം, അല്ലെങ്കിൽ ഖുർആൻ ആയത്ത് വേണമെന്ന ആശയം എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്താണ് ഇതിൽ അപകടം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ലോകത്തറിയപ്പെട്ട ഒട്ടനവധി അഖീദാപരമായ വിഷയങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ ഖബറിലെ ചോദ്യം, ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരലോകത്തെ ഹൗദുൽ കൗസർ, സിറാത്ത്, മീസാൻ പോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ, റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് മുഅ്ജിസത്തുകൾ, ശൈഖ് നാസറുദ്ദീൻ അൽബാനി 40ഓളം വിശ്വാസപരമായ കാര്യങ്ങൾ മുത്തവാത്തിർ അല്ലാത്ത ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതും അഹ്ലുസുന്നത്ത് അംഗീകരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഈ സംബന്ധമായ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? അത്രയും ഹദീസുകളെ ഇവർ നിഷേധിക്കുന്നതിന് തുല്യമായി. അബ്ദുസ്സലാം സ്വലമിയുടെ ബുഖാരി പരിഭാഷ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഖബർ വാഹിദാണ്, ഇത് വിശ്വാസത്തിന് പറ്റൂല എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസ രംഗത്ത്, തൗഹീദിന്റെ രംഗത്ത് അവർക്കുണ്ടായ പ്രധാനപ്പെട്ട ഒരു വ്യതിയാനമായിരുന്നു അത്. അതുപോലെ തന്നെ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത്, ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഖുർആൻ സ്വഹാബത്തിന്റെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക, അതുമല്ലെങ്കിൽ താബികളും താബിത്താബികളുടെ സലഫുകളുടെ വ്യാഖ്യാനം സ്വീകരിക്കുക. എന്നാൽ അതിന് പകരം ഖുർആൻ എടുക്കുക, ഒരു ഡിക്ഷണറി എടുക്കുക, അർത്ഥം നോക്കുക, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുക. അങ്ങനെ ആർക്കും ഖുർആൻ വ്യാഖ്യാനിക്കാം എന്നിടത്ത് എത്തിച്ചേരുകയും അതിന്റെ ഫലമായി ഒരുപാട് പുത്തൻ വ്യാഖ്യാനങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അവരിറക്കിക്കൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസുകളിലുമൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടായി. അന്നത്തെ ജമിയത്തുൽമയുടെ ചർച്ചയിൽ ഇഖ്റ ബിസ്മിയുടെ അർത്ഥത്തിൽ പോലും ഈ പുത്തനാശയം അവർ കുത്തിച്ചെലുത്തിയതും പിന്നീട് അത് എഴുതിയ കെ സുല്ലമി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മാറ്റി പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ സലഫുകളുടെ മാർഗം അവലംബിക്കേണ്ടതില്ല. ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിലും സ്വന്തമായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാം എന്ന ആശയത്തിലേക്ക് അവർ പോവുകയുണ്ടായി. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകൾ, ആ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കണം എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. പക്ഷെ മടവൂർ വിഭാഗം അതിൽ നിന്ന് വ്യതിചലിച്ച് ബുദ്ധിക്ക് യോജിക്കുന്നതും ശാസ്ത്രത്തിന് യോജിക്കുന്നതും ഓരോരുത്തരുടെയും അഭിരുചിക്ക് യോജിക്കുന്നതും മാത്രം എടുത്താൽ മതി എന്ന ചിന്താഗതിയിൽ അവരെത്തിപ്പെട്ടു. അതിന്റെ ഫലമായി അവർ ഒരുപാട് ഹദീസുകളെ തള്ളിക്കളഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ബാധിച്ച, സിഹ്ർ ബാധിച്ച ഹദീസ് വളരെ പ്രബലമായ ഹദീസ് ഗ്രന്ഥങ്ങൾ അഹ്ലുസുന്നത്തിന്റെ എല്ലാ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതാണ്. പക്ഷെ അവരതിന് തള്ളിക്കളഞ്ഞു. അത് ഖുർആനിന്റെ എതിരാണ്, ബുദ്ധിക്കെതിരാണ്, അതിന്റെ സന ദുർബലമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രബലനായ ഒരു ദാഇ റഊഫ് മൗലവി, റഊഫ് മദനി, ഖത്തറിലെ ഇസ്ലാഹി സെന്ററിലെ ദാഇയാണ്. അദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ കൊണ്ടും ശബാബിൽ ചെറിയ മുണ്ടം എഴുതിയ ലേഖനങ്ങൾ കൊണ്ടും നമ്മൾ അതിന് മറുപടി കൊടുത്തു. അതുപോലെ പിശാച് ബാധയെ, പിശാച് മനുഷ്യനെ ബാധിക്കും, ശരീരത്തിൽ പ്രവേശിക്കും, രോഗമുണ്ടാക്കുമെന്നതിനെ അവർ അന്ധവിശ്വാസമായി ചിത്രീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഖുർആനിലും സഹീഹായ ഹദീസിലും സ്ഥിരപ്പെട്ട ഒരു കാര്യവും അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. എന്നിട്ട് CM മൗലവി ആലുവ എഴുതിയ അന്ധവിശ്വാസങ്ങളെ ലോകം എന്ന പുസ്തകം മുമ്പ് ശബാബിൽ വന്ന ലേഖന പരമ്പരയാണ്. അതില് പിശാച് ശരീരത്തിൽ പ്രവേശിക്കുമെന്നും അതുകൊണ്ട് വിഭ്രാന്തി, ഉന്മാദം പോലെയുള്ള വ്യാധികൾ, രോഗങ്ങൾ ഉണ്ടാകുമെന്നും അതിനുള്ള പരിഹാരം സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസുമാണെന്നും ഒക്കെ എഴുതിയത് നാം വായിച്ചു കൊടുത്തു. അങ്ങനെ പിശാച് ബാധയുണ്ടായാൽ തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, അതുപോലെ തന്നെ രൗദ്രമായി പെരുമാറുക, ഭൂതകാല കാര്യങ്ങൾ വിളിച്ചു പറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഇന്നും അച്ചടിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ് ആ പുസ്തകം. അപ്പൊ നമ്മൾ പഠിപ്പിച്ചു, അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത വിശ്വാസം എന്നാണ് അർത്ഥം, അല്ല നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത വിശ്വാസം എന്ന അർത്ഥത്തിലല്ല. ഞാൻ ഇതൊക്കെ ചുരുക്കി പറയുന്നത്, ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ അഹ്ലുസുന്നത്തിന്റെ മാനദണ്ഡത്തിൽ നിന്നും അവർ പുറത്തുപോയി. അവരുടെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം എടുക്കുക, അല്ലാത്ത തള്ളിക്കളയുക. സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ പോലും ഒരു വാചകം പോലും അറബി വായിക്കാൻ അറിയാത്തവൻ കാലുകൊണ്ട് തട്ടിക്കളിക്കുന്ന അവസ്ഥ എത്തി. സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ചും ഇമാം ബുഖാരിയെ സംബന്ധിച്ചുമൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന പ്രവണത മടവൂർ വിഭാഗത്തിന്റെ എഴുത്തിലും പ്രസംഗത്തിലുമൊക്കെ സുലഭമായി വരാൻ തുടങ്ങി.
അപ്പൊ ഹദീസുകളോടുള്ള സമീപനത്തിൽ അങ്ങനെയും ഒരു വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടായി. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത്. അത് ഒരിക്കലും തന്നെ സലഫി പ്രസ്ഥാനത്തിന് യോജിക്കാൻ കഴിയാത്ത ഒരാശയമാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ നസ്ഖ്, ദുർബലപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് ഇറങ്ങിയ ചില ആയത്തുകൾ പിന്നീട് അള്ളാഹു തന്നെ ദുർബലപ്പെടുത്തി മാറ്റി വേറെ ആയത്തുകൾ ഇറക്കിയത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തലമുറകളായി അരക്കിട്ടുറപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി ഒരു ശരീഅത്ത് അള്ളാഹു സ്ഥാപിച്ചപ്പോൾ അവിടെ ആദ്യം പറഞ്ഞ ചില നിയമങ്ങളെ മാറ്റി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ കാലത്തോടെ അവസാനിച്ചു. എന്നാൽ ആ നസ്ഖിനെ ദുർബലപ്പെടുത്തുകയാണ്, ദുർബലപ്പെടുത്തൽ എന്നത് നസ്ഖിനെ തള്ളിക്കളയുകയാണ് അബ്ദുസ്സലാം സുല്ലമി ചെയ്തിട്ടുള്ളത്. വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന ഹദീസിനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ജിന്നുമായി ബന്ധപ്പെട്ട, സിഹറുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകളെ അദ്ദേഹം നിഷ്കരുണം തള്ളിക്കളയുകയും വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജിന്നുകൾ എന്നൊരു വർഗമുണ്ട് എന്ന് മൊത്തത്തിൽ അംഗീകരിക്കും, പക്ഷെ പലയിടത്തും അതിനെ ദുർവ്യാഖ്യാനിക്കും. ബാത്റൂമിൽ കയറുമ്പോ ഹുബസ് ഖബായിത്ത് രക്ഷ ചോദിക്കണം, അത് ആൺകൊതുവും പെൺകൊതുവുമാണെന്ന് പറഞ്ഞു. ആൺപിശാചുക്കൾ പെൺപിശാചുക്കൾ എന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ എഴുന്നേറ്റാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, പിശാച് നിങ്ങളെ നാസാരന്ധ്രങ്ങളിൽ വസിക്കുന്നുണ്ടാവുമെന്ന ഹദീസ് ബുഖാരിന്റെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞത് പൊടിപടലമായിരിക്കാം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു. അതുപോലെ നിങ്ങൾക്ക് പ്ലേഗ് രോഗം ഉണ്ടാക്കുന്നതിൽ ജിന്നുകൾക്ക് പങ്കുണ്ടെന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം അതിനെ വൈറസ് ആക്കി ചിത്രീകരിച്ചു. അപ്പൊ ജിന്നുമായി ബന്ധപ്പെട്ട ഹദീസുകളെ ഒന്നുകിൽ വൈറസ്, അല്ലെങ്കിൽ കൊതു, അല്ലെങ്കിൽ പൊടിപടലം, ഇങ്ങനെ വ്യാഖ്യാനിച്ച് ചേകനൂരിസത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ അവസാനം ചേകനൂർ അകവും കുറവും എന്നൊരു പുസ്തകം എഴുതിയിട്ട് ISMന്റെ സംസ്ഥാന സെക്രട്ടറി എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു മുജദ്ദിദായിരുന്നു, ഒരു പരിഷ്കർത്താവായിരുന്നു. ആര്? ചേകനൂർ മൗലവി. അതൊരു പരിഷ്കർത്താവായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവരാ ഇറക്കിയ പുസ്തകം ഈ പരിഷ്കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോഴുള്ള ഒരു ആമുഖമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ പറയുന്നത് പല നവോത്ഥാന നായകന്മാരും ശിക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു കണ്ണിയാണ് ആര്? ചേകനൂർ. നോക്കൂ നിങ്ങൾ, ഹദീസുകളെ പാടെ തള്ളിക്കളഞ്ഞ, കുഫറാണെന്ന് മുസ്ലിം ലോകം ഒന്നിച്ചു വിധി എഴുതിയ, ഖുർആൻ മാത്രം മതി, ഹദീസിന്റെ ഒരു കഷ്ണവും വേണ്ടെന്ന് പറഞ്ഞ, ഷഹാദത്ത് കലിമയിലെ 2ാം ഭാഗം പച്ച നിഷേധിച്ച ചേകനൂരിനെ മുജദ്ദിദായി, പരിഷ്കർത്താവായും നവോത്ഥാന നായകനായും അവതരിപ്പിക്കുന്നിടത്താണ് ഇപ്പോൾ മടവൂരിസം എത്തി നിൽക്കുന്നത്. ഇത് യോജിച്ചു പോകാൻ പറ്റിയ കാര്യമാണോ? എങ്ങനെ നമുക്ക് അവരോട് യോജിക്കാൻ സാധിക്കും? അവർ പറഞ്ഞ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ നിരവധി കാര്യങ്ങൾ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന കാര്യമാണ്. ചേകനൂരിനെ പ്രശംസിക്കാൻ മാത്രം അവർ തരം താഴ്ന്നു എന്ന് പറഞ്ഞാൽ മടവൂരിസം എവിടെ എത്തി? മടവൂരികളിലൂടെ വളർന്നു വരുന്ന കൗമിന്റെ വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്ത്രീകളെ തെരുവിലിറക്കി പ്രകടനം നടത്തുക, സ്ത്രീകൾക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ അവസരം കൊടുക്കുക, സിനിമകൾ ഇറക്കുക, പ്രബോധനത്തിനു വേണ്ടി സിനിമകൾ ഇറക്കുക. ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ടെലിഫിലിമുകൾ. ജമാഅത്തെ ഇസ്ലാമിയെ അനുകരിച്ചുകൊണ്ട് ടെലിഫിലിമുകൾ ഇറക്കിയിട്ട് ദഅവത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവരിറക്കിയ പത്രം, ആ പത്രത്തിന്റെ നിലവാരം എന്താ ഇന്ന്? മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു തുടങ്ങിയ മാധ്യമം, അതിന്റെ അവസ്ഥ എന്താണ് ഇന്ന്? അതിനേക്കാൾ ഖേദകരമാണ് വർത്തമാനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്യങ്ങൾ, പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ, അതിൽ ധാർമ്മികത ഒട്ടും കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, സിനിമയുടെ പരസ്യം വരെ നിത്യം അവര് പത്രത്തിൽ വരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ പത്രം വായിക്കുന്ന ഒരാൾക്ക് അടുത്ത തിയേറ്ററിലെ സിനിമ എന്താണെന്നറിയാൻ തൊട്ടടുത്ത വീട്ടിൽ പോകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞ സമൂഹത്തിൽ ലയിക്കാനുള്ള ഒരു തത്രപ്പാട് ഒരു മതസംഘടനയ്ക്ക് ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങൾ. അതാണ് വാസ്തവത്തിൽ മടവൂരിസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ചില ആളുകളൊക്കെ പറയും, എന്തിനാ ഇങ്ങനെ വെറുതെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം വരുന്ന ഖുറാഫികളെ കൂടെ നിൽക്കല നല്ലത്. ഒരു പ്രശ്നമല്ല. ഒരു പള്ളി മഹല്ല്, അവിടുത്തെ ഉസ്താദിനുള്ള ചോറും പള്ളിയിലുള്ള വരിസംഖ്യയും കൊടുത്ത വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോയി തല കാണിച്ചാൽ മതി, ഒരു പ്രശ്നമല്ല. നല്ല സൗകര്യമില്ല, ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തി കൊടുത്താൽ മതി. അതിൽ നിന്ന് മാറി വേറെ പള്ളിയും വേറെ മദ്രസയും വേറെ സംരംഭങ്ങളുമായി നമ്മൾ മാറി നിന്നുകൊണ്ടാ ആ രീതിയിൽ മുന്നോട്ട് പോയ പരലോകത്ത് സ്വർഗം കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ടാണ്.
ഇവിടെ ആദ്യം 2 സംഘടനകളെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. ഒന്ന് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന മുജാഹിദുകളും അള്ളാഹു അല്ലാത്തവരോട് കൂടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന യാഥാസ്ഥികരും. പക്ഷെ 1940 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി, 50നോടടുത്ത് കേരളത്തിലെത്തി. അപ്പൊ നമ്മളെന്താ ചെയ്തത്? അവരാണ് ഇപ്പൊ വലിയ ഐക്യത്തിന്റെ വാഹകരായി ചമയുന്നത്. വാസ്തവത്തിൽ ഈ 2ൽ ഏതെങ്കിലും സംഘടനയിൽ ചേർന്നാൽ പോരായിരുന്നു അവർക്ക്. അവരെന്തിനാ ഇവിടെ 3ാമത്തെ സംഘടന ഉണ്ടാക്കിയത്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കേരള ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് എന്തിനാ? ഒന്നുകിൽ പടച്ചോനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊപ്പം കൂടുക, അല്ലെങ്കിൽ പടച്ചോനെ പുറമുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊപ്പം കൂടുക. 2നും നടുക്ക് നിന്നു. എന്നിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ 2 കൂട്ടരും മുശ്രിക്കാണ്. കാരണം എന്താ? നിങ്ങൾ രാഷ്ട്രീയ ശിർക്കിലാണ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു, പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് തനിച്ച് ശിർക്കാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളോ? ഞങ്ങളും മുശ്രിക്കന്നെ. അങ്ങനത്തെ ഒരു തലതിരിഞ്ഞ സ്വയം മുശ്രിക്കാകുന്ന ഒരു തൗഹീദുമായിട്ടാണ് അവർ കടന്നു വന്നത്. എന്താ അവിടെ സംഭവിച്ചത്? അബുൽ മൗദൂദി ഇസ്ലാമിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾക്ക് രാഷ്ട്രീയമായ വ്യാഖ്യാനം നൽകി. ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഭരണാധികാരി ഇല്ല. ലാ സുൽത്താന ഇല്ലല്ലാഹ്, അല്ലാതെ രാജാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ മൊത്തം ഒരു രാഷ്ട്രീയ ആശയമായി അവർ അവതരിപ്പിച്ചു. അതാണ് യഥാർത്ഥ ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയ തെറ്റ്. അബുൽ ഹസൻ അലി നബിയെ പോലെയുള്ളവര് ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കത്തിൽ മൗദൂദിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം പുറത്തു വന്നു. കാരണം മൗദൂദിയുടെ വാദം ഇബാദത്തിന്റെ സൂക്ഷ്മമായ അർത്ഥം ആദ്യകാലത്തെ സഹാബികൾക്ക് അറിയാമായിരുന്നു. പിന്നീട് അറബി സാഹിത്യത്തിന്റെ ഉറവ പറ്റിപ്പോവുകയും ആളുകൾക്ക് കാര്യം തിരിയാതാവുകയും ചെയ്തു. പിന്നീട് പഞ്ചാബിൽ ജനിച്ച അദ്ദേഹത്തിനാണ് ഇബാദത്തിന്റെ സാക്ഷാലർത്ഥം പിടികിട്ടിയത്. എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു സാങ്കേതിക ശബ്ദം ഇബാദത്ത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അവന് ഇബാദത്ത് എടുക്കാനാണ്, അവന് മാത്രം ഇബാദത്ത് എടുക്കാനാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ ഇബാദത്തിന്റെ അർത്ഥം തിരിയാതെ നൂറ്റാണ്ടുകൾ കടന്നുപോയി എന്ന അതിഗുരുതരമായ ആരോപണം. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അബൂൽ ഹസൻ അലി പുറത്തുപോയത്. ഇന്നല്ലാഹ ലാ യജ്മഉ ഉമ്മത്തി അലാ ളലാലത്തിൻ, എന്റെ ഉമ്മത്തിനെ അള്ളാഹു ഒരിക്കലും ഒരു ളലാലത്തിൽ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. അപ്പോ അങ്ങനെ ഒരു പുതിയ ദീനുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് കടന്നു വന്നത്. നമ്മളെ കുറിച്ച് അവർ പറഞ്ഞു, ദീൻ ദുനിയ 2ആക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. ഇസ്ലാം വേറെ, രാഷ്ട്രീയം വേറെ എന്നാണ് നിങ്ങളുടെ വാദമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ? ഉണ്ട്. ഏതുപോലെ? ചായയിൽ പഞ്ചസാരയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പഞ്ചസാരയുണ്ട്. പക്ഷെ ചായ സമം പഞ്ചസാരയാണോ? അല്ല. അതുപോലെ ഇസ്ലാമിൽ ഭരണമുണ്ട്. ഒരു ഭരണം കിട്ടിയാൽ എങ്ങനെ ഭരിക്കണം എന്ന് രാമായണത്ത് പോയി പഠിക്കേണ്ടതില്ല, അത് ഖുർആനിലും ഹദീസിലും ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം. അല്ലാതെ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അവതരിപ്പിച്ച് നിലവിലുള്ള ഭരണവ്യവസ്ഥകളെ അട്ടിമറിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി അവതരിപ്പിക്കണം എന്നതിനെ നമ്മൾ എതിർത്തു. പിന്നീട് നാം കാണുന്നത് തബ്ലീഗ് ജമാഅത്തിനെയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആദർശം എന്താ? പ്രത്യേകിച്ച് ഒരു ആദർശം അവർക്കില്ല എന്നുള്ളതാണ്. തനിച്ച സൂഫിസത്തിലേക്കും കള്ളക്കഥകളിലേക്കും മുസ്ലിമീങ്ങളെ നയിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെ ഫളലും പഠിപ്പിക്കും. ദിക്റിന്റെ ഫളല്, സലാത്തിന്റെ ചെല്ലുന്നതിന്റെ ഫളല്, സദഖന്റെ ഫളല്, ഹജ്ജിന്റെ ഫളല്. തൗഹീദിന്റെ ഫളല് മാത്രം പഠിപ്പിക്കൂല. തൗഹീദിന് റബ്ബിന്റെ വഹ്ദാനിയത്ത് അറിയണം, റബ്ബിന്റെ വഹ്ദാനിയത്ത് അറിയണം എന്നറിയും. എന്നിട്ടോ അല്ലേ ചൊയലിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ നിങ്ങൾ? പല ആളുകളെയും തബ്ലീഗ് പ്രാസംഗികന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? അവരൊക്കെ റബ്ബിന്റെ വഹ്ദാനിയത്ത് അറിയണം. എന്തെന്നായി വഹ്ദാനിയത്ത് അത് പറയില്ല. റുബൂബിയത്താ പറയാ. അള്ളാഹുവാണ് ലോകത്തെ പടച്ചത്, അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അവനാണ് നമ്മൾ സൃഷ്ടിച്ചത്, അവനാണ് പോറ്റി വളർത്തുന്നത്. അത് അബൂജഹൽ വരെ അറിയുന്ന കാര്യമാണ്. പക്ഷെ അതാണ് ഇപ്പൊ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് തൗഹീദുൽ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് സംസാരിക്കാത്ത ചൊയലി അബ്ദുള്ള മൗലവിയാണ് കുറച്ചെങ്കിലും തൗഹീദുൽ ഉലൂഹിയത്ത് സംസാരിക്കുന്ന ആള്. അപ്പൊ ഞാൻ പറയുന്നത് തബ്ലീഗ് ജമാഅത്ത് എല്ലാ കള്ള ഹദീസും അവർക്ക് പ്രമാണാണ്. അവർ പറഞ്ഞെന്താ? ദുർബല ഹദീസുകൾ ആളുകളെ അമലിന് പ്രേരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു, ഒരു മഹാനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. ഏതാണ് ഈ മഹാൻ? അങ്ങനെ സർവ്വ കള്ളക്കഥകളും. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാറിയോ? നിങ്ങൾക്കൊക്കെ ഒന്നൊരു വട്ടമേശക്ക് ചുറ്റിരുന്ന് അങ്ങ് യോജിച്ചൂടെ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ വിചാരം ഞമ്മക്കെന്തോ ചില താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ഭിന്നിച്ചു പോണതാണെന്നാണ്. ദീൻ അള്ളാഹുവിന്റെ ദീൻ കൂട്ടാതെ കുറക്കാതെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചാലേ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ. അതാണ് വിഷയം.
അത് യഥാർത്ഥ ദീനിലില്ലാത്ത പലതും ദീനിൻ്റെതായി ഇവിടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമുക്കതിന് എതിർക്കേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ബാത്തിലിന്റെ കക്ഷികൾ, ഹക്കിൽ നിന്ന് അകന്നുപോയ കക്ഷികൾ, അവരുടെ പ്രചാരണ ശൈലിയും അവരുടെ പ്രബോധന രീതിയും കടമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ചില ആളുകൾ ഒരു പുതിയ ആശയവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എനിക്കെതിൽ ശിർക്ക് ആരോപിച്ചാൽ എന്റെ ഈ ആശയമുള്ള നൂറുകണക്കിന് പ്രബോധകന്മാരും പ്രവർത്തകരും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. എന്നെ മറയാക്കി അവരെ മുഴുവൻ മുശ്രിക്കാക്കാണ് യഥാർത്ഥത്തിൽ ഈ മൂവർ സംഘം ചെയ്തിട്ടുള്ളത്. 2012 യോഗം കൂടി ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ വെച്ചു പുലർത്തിയിരുന്ന തൗഹീദിൽ ഒരു തിരുത്തു കൊണ്ടുവരികയും ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറയുകയും വേണം എന്ന് വാദിച്ചു. ആ പഴയ വാദത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ എന്നെ പുറത്താക്കി. ഞാൻ ശിർക്കിന്റെ ആളായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിലക്കൊള്ളുന്ന 2011 വരെയുള്ള തൗഹീദ് വിശ്വസിച്ചവരൊക്കെ ശിർക്കിലാന്നാ. അപ്പൊ ഈ പ്രസ്ഥാനം തന്നെ 2011 വരെ ശിർക്കിലായിരുന്നു എന്ന അത്യന്തം ഗുരുതരമായ വാദത്തിലേക്കാണ് ഇപ്പോൾ ഈ മൂവർ സംഘം പോയിട്ടുള്ളത്. അവർക്ക് ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഇത് വിശദീകരിക്കാൻ എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. ഒന്ന്, എന്നെ പുറത്താക്കുക മാത്രമല്ല, അതിപ്പോ അധികാരം ലെറ്റർ പാഡും കയ്യിലുള്ളവർക്ക് ആർക്കതിലും നടപടിയെടുക്കാം അവരെ ഭരണകാലത്ത്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്കതിൽ ശിർക്ക് ആരോപിച്ചു, പത്രങ്ങളിൽ കൊടുത്തു, യോഗങ്ങൾ കൂടി മുഖാമുഖം നടത്തി ആളുകൾക്കിടയിൽ പ്രചാരണം ചെയ്തു. സ്വാഭാവികമായും എന്റെ മയ്യത്ത് സ്കരിക്കാൻ പറ്റുമെന്ന് വരെ ആളുകൾക്ക് സംശയമായി. ശിർക്കിലേക്ക് പോയ ആൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടല്ലോ. ഇബ്രാഹിം നബി സ്വന്തം ബാപ്പാക്ക് വേണ്ടി വരെ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടില്ല, അതിൽ മാതൃകയല്ല എന്നാ ഖുർആൻ പറയുന്നത്. അപ്പൊ പിന്നെ സക്കരിയ സലാഹി മരിച്ച മയ്യത്ത് സ്കരിക്കാൻ പറ്റുമെന്ന് മുജാഹിദുകൾക്ക് സംശയമായി. അപ്പൊ എനിക്ക് വിശദീകരിക്കണ്ടേ സുഹൃത്തുക്കളെ? മാത്രമല്ല 2012 മുതൽ ഉണ്ടായ ഒരു പുതിയ തൗഹീദ് അതെല്ലാവരും അംഗീകരിക്കണം, അല്ലാത്തവരൊക്കെ ശിർക്കിലാണ്. എങ്കിൽ എന്തായിരുന്നു 2011 വരെയുള്ള തൗഹീദിന് കുഴപ്പം? എന്തിനാണ് ഇപ്പൊ ഒരു പുതിയ തിരുത്ത് കൊണ്ടുവന്നത്? അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാ? ഇപ്പോൾ അത് ശിർക്കാണെന്ന് പറയുന്നത് പുതിയ ആയത്ത് ഹദീസും വല്ലതും കിട്ടിയിട്ടാണോ? ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന ചാരപ്പണികളും ആദർശരംഗത്തുണ്ടായ അട്ടിമറികളും അത് ഒരു കോക്കസ് സംഘടനയെ പിടിച്ചെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഗൂഢപ്രവർത്തനങ്ങളും അത് ജനങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത, പ്രസ്ഥാനത്തിന്റെ യോഗങ്ങളിൽ വരാത്ത, പ്രസ്ഥാനത്തിന്റെ ചട്ടവട്ടങ്ങൾ അറിയാത്ത, അതേസമയം ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ പ്രസ്ഥാനം തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പൊതുജനങ്ങളുണ്ട്. അവരോട് ഇത് പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. മുജാഹിദ് പള്ളിയിൽ 500 ആള് ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ 50 ആളോ 100 ആളോ പോലും മെമ്പർഷിപ്പ് ഉള്ളവരുണ്ടാവില്ല. ബാക്കി വരുന്ന 400 ആളിൽ ഒരു 300 ആളും മുജാഹിദ് അനുഭാവികളാ. മറ്റ് ഇതര പ്രസ്ഥാനക്കാർ 100 ആള് കൂട്ടിക്കോ. ഈ 300 ആളും യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം ശരിയാണെന്ന് വിശ്വസിക്കുന്ന, അതിനെ സഹായിക്കുന്ന, അതിനോട് സഹകരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നും ഞാൻ നേരിടുന്ന ഈ ആരോപണം ശിർക്കിലായി പോയി, അന്ധവിശ്വാസത്തിലേക്ക് പോയി, ഖുറാഫാത്തിലേക്ക് പോയി എന്ന ആരോപണം വാസ്തവത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനം മൊത്തത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2002 പുറത്തുപോയ മടവൂർ വിഭാഗം അവർ 35 പേരെ പുറത്താക്കിയതിനെ പിറ്റേന്ന് കൊടുത്ത പത്രവാർത്തയിൽ എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ജിന്നു സേവയിലേക്കും പിശാച് പൂജയിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ KNM ജിന്നു സേവയിലേക്ക് പോയി പിശാചിനെ പൂജിക്കാൻ തുടങ്ങി എന്ന ആരോപണം 2006 കൂടി ഇത് ശക്തിപ്പെട്ടു. സെൻസിംഗ് എന്ന് പറയുന്ന തീവ്ര ഖുബൂരി മാസികക്ക് അബ്ദുസ്സലാം സ്വലമി അഭിമുഖം കൊടുക്കുകയാണ്. എന്താ ഹെഡിങ് എന്നറിയോ? മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ KNM ശിർക്കിലായി. അന്ന് മുതൽക്ക് ഇക്കഴിഞ്ഞ 6 കൊല്ലത്തോളം, 2006 മുതൽ 6 കൊല്ലത്തോളം നമ്മൾ ഒന്നിച്ചു മറുപടി കൊടുത്തു, ഞങ്ങൾ ശിർക്കിലല്ല, ഞങ്ങളൊരു ശിർക്കും പ്രചരിപ്പിക്കുന്നില്ല എന്ന്. അപ്പോ ഇപ്പൊ 12-ൽ 2006-ലും 2007-ലും അബ്ദുസ്സലാം സ്വലമി പറഞ്ഞ വാദങ്ങൾ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഏറ്റെടുത്തു. ഇപ്പൊ മടവൂരികൾ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഞങ്ങളെക്കാൾ തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ 6 കൊല്ലം ബാക്കിലാണെന്നാണ്. കാരണം അബ്ദുൽ ജബ്ബാർ മൗലവി 2007 ഇസ്ലാഹിൽ എഴുതിയപ്പോൾ അപ്പൊ തന്നെ അത് ശിർക്കാണെന്ന് അബ്ദുസ്സലാം സ്വലമി പറഞ്ഞു. നിങ്ങൾ നാക്കിട്ടടിച്ച് പ്രചരിപ്പിച്ചു, അല്ല അതിൽ ശിർക്കില്ല. എവിടെ ശിർക്ക്?